പരിചരണ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തിവരുന്ന തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജനുവരി 31 മുതൽ ചെറുവട്ടൂരിലും എറണാകുളം ജില്ലയിലെ 31ാമത്തെ യൂണിറ്റ് MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സാന്ത്വന പരിചരണ സന്നദ്ധ കൂട്ടായ്മയായ തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ എറണാകുളം ജില്ലയിലെ 31ാമത്തെ യൂണിറ്റ് ചെറുവട്ടൂർ കവലയിൽ ജനുവരി 31 ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തണൽ സമുച്ചയം നാടിന് സമർപ്പിക്കും. MLA ആന്റണി ജോൺ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ തണൽ ചാരിറ്റി ബോക്സിന്റെ വിതരണം നിർവഹിക്കും. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് വോളണ്ടിയർമാർക്കുള്ള ബാഡ്ജ് വിതരണവും തണൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജില്ലാ രക്ഷാധികാരി ജമാൽ പാനായിക്കുളം മുഖ്യപ്രഭാഷണവും നടത്തും. ചെറുവട്ടൂർ പ്രദേശത്ത് വിദ്യാഭ്യാസ ജനസേവന ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് തണൽ പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EM ഹസൈനാർ മാസ്റ്റർ, വൈസ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് കാവാട്ട്, തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് പരീദ് കോട്ടയിൽ, തണൽ കോർഡിനേറ്റർ അബ്ദുൽ സലാം KM, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ OP അലി, ട്രസ്റ്റ് മെമ്പർ AM സുബൈർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുവട്ടൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ ജനസേവന ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ഈ തണൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2021 സ്ഥാപിതമായ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധങ്ങളായ സാമൂഹിക ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ NGO എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റു വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.